എല്ലാവർക്കും പൊന്നിയൊരു സ്വൈപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈസ്റ്റർ ഡേ ആണ്. ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാനൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് പോയേനെ. കാൽവരിയിലെ കുരിശിൽ മനുഷ്യരാശിയുടെ മുഴുവൻ പാപഭാരവുമായി ക്രൂശിക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആ ദിവ്യ ചൈതന്യം മാനവരാശിക്കൊന്നാകെ സമാധാനവും സന്മനസ്സുമേകട്ടെ. ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചെങ്കിലും എനിക്ക് ക്രിസ്മസ് ഈസ്റ്ററും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ക്രിസ്മസിന് പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യും. കുഞ്ഞുനാളിലൊന്നുമില്ല, ഒരുവിധം ഞാൻ കുറച്ചൊന്ന് വളർന്നതിന് ശേഷം തൊട്ട് ഞാൻ തന്നെ പുൽക്കൂട് സെറ്റ് ചെയ്യും. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ സ്റ്റാറൊക്കെ കത്തി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം പോലെ, എൻ്റെ വീട്ടിൽ സ്റ്റാർ ഇട്ടില്ലല്ലോ എന്നൊക്കെ. എനിക്ക് കുഞ്ഞുനാളിലൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലെന്ന് വെച്ചാൽ എല്ലാവരും എന്നോട് ചോദിക്കും, നീ കുവൈറ്റിൽ വന്നിട്ട് എന്ത് ആഹാരമാണ് കഴിച്ചത്, എന്ത് ഫുഡാണ് കഴിച്ചതെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അമ്മയൊക്കെ ചോദിക്കും, ഇവിടെ കണക്കത്തെ അരിയാണോ, അവിടെ ചോറ് വെച്ചോ, എങ്ങനെയാണ് കറി വെക്കുന്നതെന്നൊക്കെ എപ്പോഴും ചോദിക്കും. നീ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം എപ്പോഴും ഇങ്ങനെ ഞാൻ പറയും ആ കഴിച്ചെന്നേ പറയാറുള്ളൂ. അപ്പം ആരും കണ്ടിട്ടില്ല ഞാൻ എന്താ കഴിക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടുത്തെ ഓരോ വീട്ടിലും ഓരോ അനുഭവമാണ് ഓരോ പ്രവാസിക്കും ഉള്ളത്. അതുപോലെ എൻ്റെ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണമെന്നില്ല. എല്ലാവരും അത് മനസ്സിലാക്കുക. പറയും ഇവിടെ ജാടയിട്ട് ഓരോന്ന് പറയുകയാണ് എടുക്കുകയാണെന്നല്ല. ഞാനിവിടെ ഒരു കെയർ ഗീവറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് അവരുടെ അമ്മേനെ ഞാൻ കെയർ ചെയ്യുന്നതിൻ്റെ ഒരു പരിഗണന എനിക്ക് അവർ തരുന്നുണ്ട്. അപ്പോൾ എനിക്കെല്ലാം ഒരു സ്പെഷ്യൽ ഒരു പരിഗണനയാണ് അവരെനിക്ക് തരുന്നത്. ഞാനും തിരിച്ചതുപോലെ തന്നെയാണ് എല്ലാവരോടും പെരുമാറാറും ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ ഈ റൈസ് ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ റൈസ്. ഇവിടെ എപ്പോഴും ഗ്രീൻ സാലഡൊക്കെ കാണും, ലീഫ് ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്ത സാലഡ് എല്ലാ ദിവസവും കാണും. പിന്നെ ഇത് ഫിഷ് കറി വെക്കുന്നതിൻ്റെ മാത്രം